Our journey started from Thrissur morning 4:30 a.m. and came to drop us at airport. പിള്ളേർക്ക് ഇത് കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിരുന്നു. എയർപോർട്ടിലാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അത് ഒരു സംഭവം തന്നെയായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ മുഖത്ത് ആ സർപ്രൈസ് കാണുന്നത്. ഇവിടെ തന്നെ കയറുമ്പോൾ കൃപമോൾക്ക് ആകെ സർപ്രൈസ്ഡാണ്. Surprise! We are going by plane. മോള് അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഡൊമസ്റ്റിക്കിൽ നിൽക്കുകയാണ്. കൃപയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനുമില്ല. ഡൊമസ്റ്റിക് ടെർമിനൽ ഗേറ്റ് നമ്പർ 8. ഞങ്ങൾ ഇച്ചിരി നേരത്തെ തന്നെയായിരുന്നു എത്തിയത്. ചെക്ക് ചെയ്തു. സോ സമയം കിട്ടി. കുറേ പ്ലെയിൻ വരുന്നതും പോകുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഡൊമസ്റ്റിക് ടെർമിനൽ താഴെയായിരുന്നു. മോളിലേക്ക് എൻജോയ് ചെയ്തിട്ട് താഴേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് 8:20 onwards ആയിരുന്നു ബോർഡിങ്. ഓൺ ബോർഡിങ് എയർപോർട്ട് ബസ്സിൽ ആയിരുന്നു. ബസ്സിൽ നിന്ന് അവിടെ പോയി കയറി. കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മഴയാണെങ്കിലും ട്രിവാൻഡ്രം നല്ല ക്ലൈമറ്റായിരുന്നു. ഹ്യൂമിഡ്, ഹോട്ട്, പ്ലസൻറ്റ് ക്ലൈമറ്റായിരുന്നു ട്രിവാൻഡ്രം. പോയി അങ്ങനെ വെൽക്കം ടു ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം എയർപോർട്ട് ഈസ് സോ ക്ലീൻ, ലഷ് ഗ്രീൻ ആൻഡ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഓണം പ്രമാണിച്ച് പൂക്കലമുണ്ടായിരുന്നു, ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മുടെ ലഗേജൊക്കെ എടുത്ത് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ക്യാബ് വിളിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് യാത്ര ചെയ്തു തുടങ്ങി. അങ്ങനെ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം സ്റ്റേ. നല്ല രസമായിട്ട് ചെയ്ത് എന്തൊക്കെയുണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് കാണാൻ പറ്റും. പിന്നെ ഈ സ്ഥലത്തിൽ ഇങ്ങനെ കയറിയിരിക്കാൻ നല്ല സുഖമല്ലേ, നല്ല രസമുണ്ട്. അതാണ് ലൈറ്റ് ഹൗസ്. അവിടേക്ക് ബീച്ച്. ഇങ്ങനെ നമ്മൾ ബീച്ചിൽ തന്നെയാണ് നമ്മുടെ ഈ ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വരെ നമുക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റും. വൈകുന്നേരമൊക്കെ രാത്രി വരെയൊക്കെ ഇരിക്കാൻ പറ്റും. വാവ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇച്ചിരി റെസ്റ്റ് എടുത്ത് ഞങ്ങൾ പൂവാറിലേക്ക് യാത്ര ചെയ്തു. ഓട്ടോറിക്ഷയിലാണ് പോയത്. ബട്ട് ഇച്ചിരി ദൂരമായിരുന്നു, നല്ലതായിരുന്നു യാത്ര. പിന്നെ ഈ ചേട്ടൻ ഞങ്ങളുടെ
ബോട്ടിങ്ങിൻ്റെ എക്സ്പേർട്ടാണ്. ആളെല്ലാ സ്ഥലങ്ങൾ പറഞ്ഞു തരാണ്. റൈഡ് 1 hour 2 hour ഉണ്ട്. അതിൻ്റെ പ്രൈസിങ് പിന്നെ എന്തൊക്കെ കാണാൻ പറ്റും അതൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ വേഗം ബോട്ടിൽ കയറി. ഞങ്ങൾ 1 hour പാക്കേജാണ് എടുത്ത്. ബിക്കോസ് ബോറടിക്കുമെന്ന് വിചാരിച്ചു. ബട്ട് അങ്ങനെ ഒന്നുമല്ല, നല്ല രസമുണ്ട്. ട്രിവാൻഡ്രം ഈ ഭാഗത്ത് വരുന്നു 1 day ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ ബോട്ടിങ് നേച്ചർ ആസ്വദിക്കുന്നവർക്ക് ബോട്ടിങ് വളരെ ഇഷ്ടപ്പെടും. ബിക്കോസ് ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ബേർഡ് വാച്ചിങ് ഉണ്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി, അതുകൊണ്ട് അധികം ബേർഡ്സ് ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്, എസ്റ്ററി പോയിൻറ്റ്സ് ഉണ്ട്, പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ വഴിയെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും നമുക്ക്. ഇതാണ് മാംഗ്രൂവ് ഫോറസ്റ്റ്. ഇത് ഫുൾ ഡാം റിസർവോയർ, നെയ്യാർ റിവർ ആൻഡ് ബാക്ക് വാട്ടേഴ്സ് ആണ്. ഇതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ്. 2-3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ കഴിക്കാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം, പാഴ്സൽ മേടിക്കാം ഒക്കെ ചെയ്യാം. ആ കാണുന്നതാണ് ഗോൾഡൻ സാൻഡ് ബീച്ച്. ഈ സൈഡിലെ റെസ്റ്റോറൻറ്റ്. സാൻഡ് ബീച്ച് കണ്ടപ്പോഴേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ക്യാമൽ, ഹോഴ്സസ് കാണുന്നുണ്ട്, ചെറിയ ചെറിയ കടകൾ കാണുന്നുണ്ട്. അവിടെ ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ സന്തോഷം ഇരട്ടിയായത്. ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് കണ്ടു പോവാണ്. ബട്ട് ദെൻ അവിടെ ഇറങ്ങി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ക്രിസ്റ്റനും പപ്പയും ഒരു ക്യാമൽ ഹയർ ചെയ്തു. എസ്റ്ററി പോയിന്റ് വരെ നടന്നു. എസ്റ്ററി പോയിന്റ് മീൻസ് മീറ്റിംഗ് പോയിന്റ് ഓഫ് നെയ്യാർ റിവർ, ബാക്ക് വാട്ടേഴ്സ് ആൻഡ് അറേബ്യൻ സീ. അവർ നല്ല രസമായിട്ട് റൈഡ് ചെയ്തു. ക്രിസ്റ്റൻ വാസ് വെരി ഹാപ്പി. ഞാൻ വിചാരിച്ചു പേടിക്കും, പക്ഷെ അവനൊന്നും പേടിച്ചില്ല. നല്ല സ്മാർട്ടായിട്ടായിരുന്നു. ഇതൊരു ഐലൻഡ് പോലെയാണ്. ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പറയാം. ഒരു സൈഡിൽ നോക്കി നല്ല ടൈഡ്സ് ഒക്കെ ആയിട്ട് സൗണ്ട് ആയിട്ട് സീ കാണുന്നു. മറ്റേ സൈഡിൽ ശാന്തമായ വാട്ടർ. ഇവർ തിരിച്ചു വരുന്നു. അങ്ങ് പോയിന്റ് വരെ പോയിട്ട് തിരിച്ചെത്തി നമ്മുടെ ആൾക്കാർ. ഹായ്. മൺസൂൺ സീസൺ ആയതുകൊണ്ട് വെള്ളത്തിൽ പോകാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ അവിടെ ഓടിച്ചാടി കുറച്ച് നേരം എൻജോയ് ചെയ്തു. എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി. ഇതാണ് എസ്റ്ററി പോയിൻറ്റ്, മീറ്റിംഗ് പോയിൻറ്റ് ഓഫ് സീ ആൻഡ് റിവർ ആൻഡ് ബാക്ക് വാട്ടേഴ്സ്. ദീസ് ആർ ദ ഫ്ലോട്ടിംഗ് കോട്ടേജസ്. ഫ്ലോട്ടിംഗ് കോട്ടേജസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ഉണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ റോക്സിലേക്ക് ക്രോസ് കാണാം. ആ മുന്നിൽ കാണുന്നതാണ് മദർ മേരി സ്റ്റാച്ചു. അത് കുഞ്ഞ് ഐലൻഡ് പോലെ. ഇത് എലിഫൻറ്റ് റോക്ക്. സോ എലിഫൻറ്റ് റോക്ക്, മദർ മേരി സ്റ്റാച്ചു, ഇതൊക്കെ എല്ലാം വ്യൂ പോയിൻറ്റ്സ് ആണ്. ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തതേ ഉള്ളൂ.
അങ്ങനെ ഈ വ്യൂസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ 1 hour പാക്കേജ് കഴിഞ്ഞു. സൈഡിലൊക്കെ ഇങ്ങനെ കുറേ വേറെ വേറെ ലോഡ്ജസ് കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട്. ടോട്ടലി നല്ലൊരു ടൈം ആണ് സ്പെൻഡ് ചെയ്തത്. ആ മുന്നിൽ കാണുന്നതാണ് കോക്കനട്ട് ഐലൻഡ്. അതൊരു കുഞ്ഞ് ഐലൻഡ്, ഫുൾ കോക്കനട്ടാണ്. കോക്കനട്ട് ഐലൻഡിൻ്റെ വ്യൂ ആണ് ഫ്രം അതർ സൈഡ്. അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞിട്ട് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് അവിടെ കുഞ്ഞൊരു സ്വിങ് കണ്ടപ്പോൾ പിള്ളേർ അത് എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ആ വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ച് ഹാർബറിലേക്ക് എത്തി. ഇതാണ് വിഴിഞ്ഞം ഹാർബർ. നല്ല തണുത്ത കാറ്റാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:45 ആയി. 6 o'clock ആവാറായി. നല്ല റഫ് സീ ആണ് ഈ കാണുന്നത്. ഹാർബറിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പക്ഷെ നല്ല തണുത്ത കാറ്റായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും തണുത്ത് വയ്ക്കായിരുന്നു. സൺസെറ്റ് ആവുന്നേ ഉള്ളൂ. ഇവിടെ സൺസെറ്റ് ലേറ്റാണ്, സൺറൈസ് ഏർലിയാണ്. സൂം ചെയ്ത് കാണുന്നതാണ് ഫിഷിംഗ് ബോട്ട്സ് എല്ലാം വെച്ചേക്കുന്നത്. പാർക്കിംഗ് എന്ന് പറയാം. പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഫിഷിംഗ് ബോട്ട്. ഇതൊരു ഷിപ്പിലേക്ക് കണ്ടെയ്നേഴ്സ് ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെയും സിറ്റ് ഔട്ടിൽ നമ്മുടെ ബാൽക്കണിയിൽ കുറച്ച് നേരം ഇരുന്ന് നൈറ്റ് ലൈറ്റ്, നൈറ്റ് സ്കൈ, നൈറ്റ് സീ ആസ്വദിച്ചു. ദൂരെ കാണുന്ന ആ ചെറിയ ചെറിയ ലൈറ്റ്സ് ശരിക്കും ഫിഷിംഗ് ബോട്ട്സാണ്. ഫിഷിംഗ് ബോട്ട്സ് കുറേ പോയിട്ടുണ്ട്. നമ്മുടെ ഡേ 1 കഴിഞ്ഞു. കൊഞ്ച് ചുമയ്ക്കുന്നുണ്ട്. ചെറുതായിട്ട് ശബ്ദിച്ചു. കിടന്നു തുടങ്ങി. ഫുഡ് കഴിച്ചു. പപ്പ എവിടെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ നാളെ രാവിലെ നമ്മൾ നെക്സ്റ്റ് ഡേ തുടങ്ങും. എല്ലാവരും സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കും. പ്രാർത്ഥിച്ച് ഉറങ്ങാം. മോർണിംഗ് 6 o'clock ആണ് ടൈം. കണ്ടാൽ പറയൂല. അതായിരുന്നു നമ്മുടെ റൂം. ഇവിടെ ടെറസിൽ നിന്ന് പോകുന്ന ഒരു വഴി ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു എന്നാൽ പോയി നോക്കാം. പിള്ളേരും പപ്പിയും നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞ് ചുമയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2-3 ദിവസത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോവും. എന്നാൽ പോകുന്നതിന് മുമ്പേ ഈ ഭാഗത്ത് കാണാമെന്നുള്ളത് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈവനിങ് ആണ് ട്രെയിൻ ബുക്ക് ചെയ്തേക്കുന്നത്. സോ മോർണിംഗ് ഏകദേശം 6:25 ആണ് ഇപ്പോൾ ടൈം. ലൈറ്റ് ഹൗസിൽ ലൈറ്റ് ഓഫ് ചെയ്തില്ല. ഐ തിങ്ക് 6:30 അല്ലെങ്കിൽ 7 o'clock ആയിട്ട് ഓഫ് ചെയ്യുമായിരിക്കും. പിന്നെ കുറേ പേർ ജോഗിങ് ചെയ്യുന്നുണ്ട്. ബീച്ച് സൈഡ് റണ്ണിങ് ചെയ്യുന്നുണ്ട്. മോർണിംഗ് റുട്ടീൻസായി തുടങ്ങുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ശാന്തമായിട്ട് ഇരിക്കുന്ന ക്ലൈമറ്റിൽ ഈ ബീച്ചൊക്കെ എൻജോയ് ചെയ്ത് കടലിൻ്റെ സൗണ്ട് എൻജോയ് ചെയ്ത് സൗണ്ട്സ് ഓഫ് നേച്ചർ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. രാത്രി ചെറുതായിട്ട് ലൈറ്റ് റെയിൻ മഴ പെയ്തിരുന്നു. ആ സൈഡിൽ ക്ലൗഡ്സ് കാണാൻ പറ്റും. അതേപോലെ കുറേ ബോട്ടുണ്ട്. ഫിഷിംഗ് ബോട്ട്സൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഈ ക്യാമറയിൽ വീഡിയോയിൽ അത്ര ക്ലിയർ തോന്നുന്നില്ല. പക്ഷേ അവിടെ കുറേ ബോട്ട്സ് ദൂരെ ദൂരെ ഉണ്ട്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും ക്രിസ്റ്റനും കൃപയും കൂടിയിട്ട് ലൈറ്റ് ഹൗസ് കാണാൻ പോയി. ഫുൾ സ്റ്റെപ്സ് കയറിയിട്ടാണ് മേളിൽ വരെ പോയത്. ലിഫ്റ്റ് അവൈലബിൾ ആണ്. മുകളിലെത്തിക്കഴിഞ്ഞിട്ട് നല്ല വ്യൂ ആയിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു സൈഡ് ഫുൾ സിറ്റി, ഇന്നലെ പോയ ഹാർബർ, പിന്നെ കടൽ ഒരു സൈഡായിട്ട്, പിന്നെ മറ്റേ സൈഡിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ റിസോർട്ടുകളൊക്കെ എല്ലാം കാണാൻ. ഈ കാഴ്ചകളെല്ലാം ഫുൾ റൗണ്ട് അടിച്ച് 1-2 റൗണ്ട് അടിച്ച് ഓടി കളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി.
ഇതാ അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ സീസൺ ഇങ്ങനെ ആയതുകൊണ്ട് കടൽ അത്ര കയറിയിരിക്കുന്നത്. ഐഡിയൽ ടൈം ടു വിസിറ്റ് ട്രിവാൻഡ്രം ബീച്ച്, ഈ ഏരിയ ഒക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നവംബർ ടു ഫെബ്രുവരി വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മാർച്ച് വരെ. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പാർക്കുണ്ട്, പാർക്കിലേക്ക് പോയില്ല. ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇവിടെ, അത് പോകാണ്ട് ഞങ്ങൾ യാത്ര ചെയ്തു. ഇതിൻ്റെ അടുത്ത് തന്നെ സഗറിക മറൈൻ റിസർച്ച് അക്വാരിയം ഉണ്ട്. വെറൈറ്റീസ് ഉണ്ട്, ഫിഷസ്, പിന്നെ ലോബ്സ്റ്റേഴ്സ്. മെയിൻ അട്രാക്ഷൻ ടേർട്ടിൽസ് ആണ്. ഇവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ടേർട്ടിൽസ് ഡിഫറെൻറ്റ് ഏജസിൻ്റെ ഉണ്ട്. 2 വലിയ ടേർട്ടിൽസ് ഉണ്ട്. ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് എ ടോർട്ടോയ്സ് അല്ലെങ്കിൽ ടേർട്ടിൽ പറയുന്നത് 300 to 350 ഇയേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് ഏകദേശം 150 to 200 ഇയേഴ്സ് ആയിരിക്കും. നല്ല വലിയ ടേർട്ടിൽസ് ആണ്. 2 ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് 2 ഷാർക്ക് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ ഹൈറ്റിൽ, എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ മെമ്മറീസ് എല്ലാം എടുത്ത് ഞങ്ങൾ പിന്നെ ക്യാബ് എടുത്ത് ഈവനിങ് 4:55 ട്രെയിൻ ബോർഡ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ വിത്ത് മെമ്മറീസ് വി കെയിം ബാക്ക് ടു തൃശ്ശൂർ ഫ്രം ട്രിവാൻഡ്രം. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പോണത് എല്ലാം ഫോട്ടോസ് ഇൻ ദ ഗ്ലിംസ് ആണ്. So 1 day tour to Trivandrum and with 1 night stay.